നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ കെ.പി.സി.സി. നിർവാഹക സമിതി ഇന്നും നാളെയുമായി യോഗം ചേരും. വി.എം. സുധീരനെതിരെ ഗ്രൂപ്പ് നേതാക്കൾ രൂക്ഷ വിമർശനം യോഗത്തിൽ ഉന്നയിച്ചേക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളോടും യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ.പി.സി.സി. തലപ്പത്ത് മാറ്റം വേണമെന്ന ആവശ്യം കെ. സുധാകരൻ പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് ഒറ്റപ്പെട്ട നിലപാടല്ല. ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി വി.എം. സുധീരനോടുണ്ട്. ഐ ഗ്രൂപ്പിന്റെ പരസ്യ വിമർശനത്തിനൊപ്പം കെ. ബാബു, കെ. സി. ജോസഫ്, എം. ഹസൻ തുടങ്ങിയ എ വിഭാഗം നേതാക്കളും സുധീറിനെതിരെ കർശന നിലപാടെടുക്കും. ദില്ലിയിലെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സുധീറിനെടുത്ത നിലപാട് മന്ത്രിമാർ അഴിമതിക്കാരാണെന്ന പൊതുവികാരമുണ്ടാക്കിയെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ പരാതി. അതേസമയം മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പരാജയകാരണമായെന്ന് സുധീറിന് അനുകൂലികളും തിരിച്ചടിക്കും. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തന നയരേഖയും കെ.പി.സി.സി. അധ്യക്ഷൻ യോഗത്തിൽ അവതരിപ്പിക്കും. കെ.പി.സി.സി. പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള ഭാരവാഹികൾക്ക് 2 ടേം നിർബന്ധമാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നയരേഖയിലുണ്ട്. ഇന്നും നാളെയുമായി നെയ്യാർ രാജീവ് ഗാന്ധി സെന്ററിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷയുടെ അമ്മ രാജേശ്വരി തന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടില്ലെന്ന പി തങ്കച്ചന്റെ വാദം പച്ചക്കള്ളമെന്ന് ജിഷയുടെ പിതാവ് പാപ്പു. വർഷങ്ങൾക്ക് മുൻപ് രാജേശ്വരി തങ്കച്ചന്റെ വീട്ടിൽ മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു പറഞ്ഞു. തനിക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ജോളി എന്നയാൾ കഴിഞ്ഞ ദിവസം തന്നെ സമീപിച്ചതായും പാപ്പു വെളിപ്പെടുത്തി. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്ന പി തങ്കച്ചൻ ജിഷയുടെ മാതാവ് രാജേശ്വരി തന്റെ വീട്ടിൽ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വാദം പച്ചക്കള്ളമാണെന്ന് ജിഷയുടെ പിതാവ് പാപ്പു പറഞ്ഞു. തങ്കച്ചന്റെ വീട്ടിൽ രാജേശ്വരി മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു വ്യക്തമാക്കി. പച്ചക്കള്ളമാണ്, വേറെ ഒന്നുമല്ല. ഇത് ടി വിയിൽ ഞാൻ കണ്ടതാ. ടി വിയിൽ പുള്ളിക്കാരൻ ഈ രാജേശ്വരി എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടില്ല, രാജേശ്വരി അറിയില്ല എന്ന് ഞാൻ ഐസൊലേഷൻ വാർഡിൽ കിടന്നുകൊണ്ട് ടി വിയിൽ ഞാൻ കണ്ടതാ. അപ്പോൾ അത് പച്ചക്കള്ളാണെന്ന് ഉറപ്പ് തന്നെയാണ്. ആൾ ഇഷ്ടം പോലെ പണിക്ക് പോയിട്ടുണ്ട്, പല ദിവസങ്ങളായിട്ട് പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത് പല ദിവസങ്ങളും പല മാസങ്ങളിലും ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അതിന് ഉറപ്പിച്ച് ഞാൻ എപ്പോഴും പറയാൻ തയ്യാറാണ്. പിന്നെ എന്തിനായിരിക്കും തങ്കച്ചൻ തങ്കച്ചൻ നുണ പറഞ്ഞ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ തങ്കച്ചന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ. രാജേശ്വരിക്ക് UDF നേതാക്കൾ 15 ലക്ഷം രൂപ നൽകിയതിൽ ദുരൂഹതയുണ്ട്. 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തങ്കച്ചനുമായി അടുപ്പമുള്ള ജോളി എന്നയാൾ തന്നെ സമീപിച്ചിരുന്നതായും പാപ്പു വെളിപ്പെടുത്തി. പുള്ളി പറഞ്ഞെങ്ങനെയാണ്, നീ സമാധാനപ്പെടുന്ന ഒരു 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 10 ലക്ഷം രൂപ നിനക്ക് മേടിച്ചു തരാം. വ്യക്തിയെ പറഞ്ഞില്ല അവൻ. 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം. അതിപ്പോൾ ഈ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് വേറൊന്നും വേണ്ടല്ലോ, ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, ആരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോമോൻ പുത്തുമ്പുരയ്ക്കലിനെതിരെ പരാതി നൽകിയത് തങ്കച്ചനുമായി ബന്ധമുള്ള പഞ്ചായത്ത് അംഗം സുനിലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് കഴിഞ്ഞ ദിവസം പാപ്പു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ തനിക്ക് ഭീഷണിയുണ്ടെന്നും താൻ ഭയന്നാണ് കഴിയുന്നതെന്നും പാപ്പു പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. ജിഷ വധക്കേസ് അന്വേഷണം വിലയിരുത്തുന്നതിനായി DGP ലോക്നാഥ് ബെഹ്റ ഇന്ന് പെരുമ്പാവൂരിലെത്തും. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ADGP B സന്ധ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി DGP ചർച്ച നടത്തും. ജിഷയുടെ കുറുപ്പമ്പടിയിലെ വീടും DGP ബെഹ്റ സന്ദർശിച്ചേക്കും. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയെ പരാജയപ്പെടുത്താൻ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ശ്രമിച്ചതായി ആരോപണം. അനിൽ അക്കരയുടെ വിജയത്തിൽ ആശംസയർപ്പിച്ച് ജില്ലയിലുടനീളം ഉയർന്ന ഫ്ലക്സുകളിലാണ് CN ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപണമുയരുന്നത്. തൃശൂർ DCCയിലെ തൂപ്പുകാർ ഒഴികെ എല്ലാ ഭാരവാഹികളെയും പുറത്താക്കണമെന്നും കോൺഗ്രസിന്റെ പേരിലുള്ള ഫ്ലക്സിൽ ആവശ്യമുയരുന്നു. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അനിലക്കരയ്ക്ക് അഭിവാദ്യമർപ്പിച്ചുള്ള ഫ്ലെക്സിലാണ് മുൻമന്ത്രി CN ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിക്കുന്നത്. LDFന് പുറമെ CN ബാലകൃഷ്ണനും അനിലക്കരയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തി. പിന്നിൽ നിന്ന് കുത്തിയിട്ടും തൃശൂർ ജില്ലയിലെ 12 സീറ്റുകളിൽ പരാജയപ്പെട്ട UDFന് വടക്കാഞ്ചേരിയിൽ മാത്രമാണ് ജയിക്കാനായതെന്ന് ഫ്ലെക്സിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ DCCയിലെ തൂപ്പുകാർ ഒഴികെ മറ്റു ഭാരവാഹികളെ എല്ലാം പുറത്താക്കണമെന്നും ആവശ്യമുയരുന്നു. കോൺഗ്രസിന്റെ പേരിൽ അച്ചടിച്ച ഫ്ലെക്സുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനുമെതിരെ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ സഹായിച്ചില്ലെന്നാണ് പത്മജ ആരോപിച്ചത്. പൊട്ടിത്തെറിയും അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായതോടെയാണ് 12 സീറ്റുകളിലെ പരാജയവും വടക്കാഞ്ചേരിയിലെ വിജയവും എടുത്തുകാട്ടി DCC പുനഃസംഘടിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. നെയ്യാർ ക്യാമ്പിലും പ്രവർത്തകർ ഇതേ ആവശ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിയായ ശേഷം കണ്ണൂരിലെത്തിയ പിണറായി വിജയന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വല സ്വീകരണം. ജന്മനാടായ പിണറായിയിലും ഇന്ന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി PV ജോഷ്ല ചേരുന്നു. ജോഷ്ല, പറയൂ.
സുരാജ് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിയായി ആദ്യമായി നാട്ടിലെത്തിയ പിണറായി വിജയന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒരുക്കിയത്. വിവിധ ബഹുജന സംഘടനാ പ്രവർത്തകരും നേതാക്കളും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമെല്ലാം രാവിലെ 7 മണി മുതൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. പി ജയരാജൻ, CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, MV ജയരാജൻ, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാജമചന്ദ്രൻ, AN ഷംസീർ തുടങ്ങിയവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായ ആവേശോജ്വലമായ സ്വീകരണമാണ് ചുവപ്പ് വളണ്ടിയർമാരടക്കം മറ്റ് പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും നൽകിയത്. അതിനുശേഷം അദ്ദേഹം പിണറായിയുള്ള വീട്ടിലേക്കാണ് പോയത്. ഇതിനുശേഷം രക്തസാക്ഷിയായ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ആഘോഷ പരിപാടികൾക്കിടെ RSSകാരുടെ ബോംബേറിലും ലോറി കയറ്റിയും കൊന്ന രവീന്ദ്രന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോവുക. അതിനുശേഷം കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും പിണറായി ഓലയമ്പലത്ത് ആർസിയമല ബേസിക് UP സ്കൂളിൽ നാട്ടുകാർ നൽകുന്ന പൗരസ്വീകരണത്തിൽ അദ്ദേഹം പങ്കാളിയാവുക. ജോഷില, ഔദ്യോഗിക പരിപാടികൾ, മുഖ്യമന്ത്രിയുടേതായ ഔദ്യോഗിക പരിപാടികൾ കണ്ണൂരിൽ എന്തെങ്കിലും ഉണ്ടോ? ശിവരാജ്, ഈ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം പയ്യാവൂരിൽ പോകും എന്നാണ്. പയ്യാവൂരിൽ 5 കുട്ടികൾ മരണപ്പെട്ട വീടുകളിലേക്ക് പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് LDFന്റെ മണ്ഡലം കൺവെൻഷൻ അദ്ദേഹം പങ്കെടുക്കും. ധർമ്മടം മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള കാര്യമായിരിക്കും ഈ കൺവെൻഷനിൽ ചർച്ച ചെയ്യുക എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശിവരാജ്, ശരി, PV ജോഷ്ലിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെന്നിന്ത്യയുടെ ആലാപന സൗന്ദര്യത്തിന് സപ്തതിയുടെ പിറന്നാൾ മധുരം. SP ബാലസുബ്രഹ്മണ്യത്തിന് ഇന്ന് 70 വയസ്സ് തികയുന്നു. തമിഴിനെയും അറിയും മുൻപേ മലയാളിയുടെ ബാല്യം അനുഭവിച്ചറിഞ്ഞതാണ് തമിഴ് പാട്ടുകളുടെ സൗന്ദര്യം. ഓർമ്മയിൽ പണ്ടെന്നോ പതിഞ്ഞുപോയ ആ ഗാനങ്ങൾ മനസ്സിൽ അറിയാതെ കോറിയിട്ട 3 അക്ഷരമായിരുന്നു SPB. ജന്മം കൊണ്ട് തമിഴിനല്ലെങ്കിലും SPBയെ ഒരു തമിഴ്നായല്ലാതെ കാണാനാവില്ല നമുക്ക്. കാരണം തലമുറകളുടെ നാവിലൂടെ നാം ഏറ്റുപാടിയ തമിഴ് ഈരടികളിലെല്ലാം നിറഞ്ഞു നിന്നത് ഈ മനുഷ്യന്റെ ഹൃദയനിശ്വാസങ്ങളായി. ഇളയരാജയുടെ ഫോക്ക് ടച്ചുള്ള ഗാനങ്ങൾക്ക് SPBയുടെ സ്വരമാധുരി ശ്രുതിമീട്ടിയപ്പോൾ തമിഴകത്തിന്റെ ചലച്ചിത്ര പെരുമയെ ദക്ഷിണേന്ത്യ ഒന്നാകെ വണങ്ങി നിന്നു. 7 സ്വരങ്ങളെ തഴുകിയൊഴുകിയ മഹാപ്രവാഹത്തിന് ഇന്ന് 70 ആണ്ടിന്റെ നിറവ്. SPB, നന്ദി. നിങ്ങളുടെ കാലത്ത് ജീവിക്കാനായതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പുണ്യം. കൾച്ചറൽ ഡെസ്ക്. കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കഴക്കൂട്ടത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പീതാംബരക്കുറുപ്പിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം അന്വേഷിക്കുന്ന കമ്മീഷന് മുൻപാകെ ഇന്ന് പീതാംബരക്കുറുപ്പ് ഹാജരാകേണ്ടതാണ്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എങ്ങനെയാണ് സംഭവം? സുരാജ്, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വെച്ചായിരുന്നു പീതാംബരക്കുറുപ്പ് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പീതാംബരക്കുറുപ്പിന് നിസ്സാര പരിക്കുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാനിരിക്കുകയായിരുന്നു സംഭവം എന്നുള്ളത് ആണ് വസ്തുത. അദ്ദേഹം കൊല്ലത്തേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എങ്കിലും സാരമായ പരിക്കുകൾ പറ്റിയിട്ടുമുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. കാറിന് മുൻവശം മുഴുവൻ തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ശരി, KG ദിനകറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മുടെ MLA. തൃപ്പൂണിത്തുറ MLA ആയ M സ്വരാജിന് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കുടിവെള്ള പ്രശ്നവും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്കും പ്രഥമ പരിഗണന നൽകി മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരിക എന്നതാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് M സ്വരാജ് പീപ്പിളിനോട് പറഞ്ഞു. നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് കുടിവെള്ളക്ഷാമമാണ്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആരായുക എന്നുള്ളതാണ് പരമപ്രധാനം.
അതോടൊപ്പം മറ്റ് അന്യായമായ ടോൾ പിരിവ്, മാലിന്യ പ്രശ്നം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിഭാഗവുമായി ചർച്ച നടത്തി മാത്രമേ മണ്ഡലത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കൂവെന്നും തൃപ്പൂണിത്തുറ MLA M. സ്വരാജ് പീപ്പിൾ TVയോട് പറഞ്ഞു. അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ മണ്ഡലത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഏതായിരുന്നാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നതിനായിരിക്കും ഊന്നൽ കൊടുക്കുക. പുതുമുഖമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വിശദമായ പഠനം നടത്തി മാത്രമേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണ്ഡലത്തിലെ അവശത അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ജനവിഭാഗത്തിന്റെ ഉന്നമനമാണ് MLA എന്ന നിലയിൽ താൻ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂർ മണ്ഡലത്തിൽ തൊഴിലാളികളുടെ കണക്കും വിശദാംശവും സംബന്ധിച്ച് രേഖയുണ്ടാക്കാനും അതിനുവേണ്ട നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും എൽദോസ് കുന്നപ്പള്ളി പീപ്പിളിനോട് പറഞ്ഞു. ഒരുപാട് വർഷത്തെ ജനങ്ങളുടെ ആവശ്യമാണ് പെരുമ്പാവൂർ ബൈപ്പാസ്. അത് പെരുമ്പാവൂരുകാരുടെ മാത്രമല്ല, അതിലൂടെ പോകുന്ന കേരളത്തിലെ ഏത് ആളുകളും ആവശ്യപ്പെടുന്ന ഒന്നാണ് പെരുമ്പാവൂരിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൈപ്പാസ് വേണമെന്നുള്ള ആവശ്യം. മറ്റൊന്ന്, പെരുമ്പാവൂരിനെയും അങ്കമാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാലടിയിൽ ഒരു സമാന്തര പാലം വേണമെന്നുള്ള ആവശ്യവുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമായ പെരുമ്പാവൂരിൽ ഒട്ടേറെ അടിയന്തര നടപടി തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായി ഉണ്ടെന്നും എൽദോ കുന്നപ്പള്ളി പീപ്പിൾ TVയോട് വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികളുള്ള പ്രദേശമാണ് അവിടെ. പക്ഷേ എത്ര തൊഴിലാളികളുണ്ട്, ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നത്? ഞാൻ മനസ്സിൽ കാണുന്ന പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവണം. അവരുടെ കാർഡ് എപ്പോഴും കൈവശം ഉണ്ടാവണം. അവരെവിടെ ജീവിക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെപ്പറ്റി റെക്കോർഡ് ഉണ്ടാവണം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ കൈരളി TV സന്ദർശിച്ചു. സ്പീക്കറായി ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെയാണ് സ്പീക്കർ കൈരളി സന്ദർശിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, സീനിയർ ഡയറക്ടർ ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ M. വെങ്കട്ടരാമൻ, ന്യൂസ് ഡയറക്ടർ NP. ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്പീക്കറെ സ്വീകരിച്ചു. 10 വർഷം പഴക്കമുള്ള 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ മന്ത്രി തോമസ് ഐസക്. ഉത്തരവ് പൊതുഗതാഗത സംവിധാനം അട്ടിമറിക്കുന്നതാണെന്നും നിരോധനം ഏർപ്പെടുത്താൻ ഹർജി നൽകിയവർ നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. നമ്മൾ ഈ ഒരു ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് വേണ്ടി വരുന്ന നമ്മുടെ വാഹനങ്ങൾ, അതുണ്ടാക്കാൻ വേണ്ടി വരുന്ന നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, അതുണ്ടാക്കുന്ന മലിനീകരണം. സെക്കൻഡ്ലി, ദി ഇംപാക്ട് ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട്. വാഹന നിരോധനത്തിന് കാലപ്പഴക്കം മാനദണ്ഡമാക്കരുതെന്നും പുനരുപയോഗത്തിനുള്ള വഴികൾ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദാമ സെ ദേശായി നായിഡു, റിട്ടയർഡ് ജസ്റ്റിസ് സിരിജകൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിൽ കോടികളുടെ കെട്ടിടങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. ഇടുക്കി വെള്ളത്തൂവലിൽ മാത്രം നശിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളാണ്. നശിച്ച കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി മാറുന്നുവെന്നാണ് ആക്ഷേപം. വൈദ്യുതി വകുപ്പിന്റെ കീഴിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച നൂറുകണക്കിന് ക്വാർട്ടേഴ്സുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുന്നത്. 1942 പന്നിയാർ ചെങ്കുളം പവർ ഹൌസുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും താമസിക്കാൻ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് നശിക്കുന്നത്. 5 ബംഗ്ലാവുകളും നശിക്കുന്നവയിൽപ്പെടും. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരിക്കുകയാണ് ഇപ്പോൾ ഇവിടം. കെട്ടിടം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ ആവശ്യമുന്നയിച്ചിട്ടും വൈദ്യുതി വകുപ്പ് അധികൃതർ ഇത് കേട്ട ഭാവം പോലുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുഴുവൻ തേക്കന്തടിയിൽ നിർമ്മിച്ച ആധുനിക സൗകര്യത്തോടു കൂടിയ 10-20 മുറികൾ, അതിനുവേണ്ട സ്ഥാപനങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ചീഫ് എഞ്ചിനീയർ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ മുഴുവൻ അധികാരികളെയും ഇത് നേരിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല. ഈ കെട്ടിടം മാത്രമല്ല, 300ഓളം കെട്ടിടങ്ങൾ വെള്ളത്തൂലിൽ നശിച്ച് അതിൻ്റെ വയറിംഗ് മെറ്റീരിയൽസ്, ജനല്, കട്ടള, അതിൻ്റെ മേൽക്കൂര മുഴുവനും അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. തേക്ക്, ഈട്ടി തുടങ്ങി വിലപിടിപ്പുള്ള
മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച വാതിലുകളും ജനാലകളും പലതും ഇതിനോടകം തന്നെ മോഷ്ടിച്ചു കടത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം വരുന്ന ഈ പ്രദേശത്ത് ക്വാർട്ടേഴ്സുകൾ താമസയോഗ്യമാക്കി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാസർഗോഡ് നഗരത്തിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ജല അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയിട്ട് 11 ദിവസം പിന്നിടുന്നു. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ വിതരണം ചെയ്തുവന്ന ഉപ്പുവെള്ളം പോലും ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. ചന്ദ്രഗിരി പുഴയിലെ പമ്പിംഗ് കേന്ദ്രത്തിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത്. കാസർകോട്ടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ജല അതോറിറ്റിയുടെ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന ആയിരങ്ങൾ ഇപ്പോൾ മഹാദുരിതത്തിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന നാമമാത്രമായ വെള്ളത്തെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. കഴിഞ്ഞ മാർച്ചിന് ശേഷം ജല അതോറിറ്റി കാസർഗോഡ് വിതരണം ചെയ്തു വന്നിരുന്നത് ഉപ്പുവെള്ളമാണ്. ചന്ദ്രഗിരി പുഴയിലെ ബാവിക്കരയിൽ സ്ഥിരം തടയണ നിർമ്മാണ പദ്ധതി നടപ്പാക്കാതിരിക്കുകയും താൽക്കാലിക തടയണ നിർമ്മാണം വൈകുകയും ചെയ്തതിനാൽ പമ്പിംഗ് കേന്ദ്രത്തിൽ ഉപ്പുവെള്ളം കയറിയതിനാലാണ് ഈ വർഷവും ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമുണ്ടായത്. വേനൽക്കാലങ്ങളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കാസർഗോട്ടുകാർക്ക് ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ്. സാധാരണക്കാർ അലക്കാനും കുളിക്കാനും മറ്റും ഉപ്പുവെള്ളം ഉപയോഗിച്ചു വന്നിരുന്നു. അതും 11 ദിവസമായി നിലച്ചിരിക്കുകയാണ്. വേനൽ മഴ ലഭിച്ചെങ്കിലും ചന്ദ്രഗിരി പുഴയിൽ ഇനിയും നീരൊഴുക്ക് ആരംഭിച്ചിട്ടില്ല. ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നതോടെയാണ് ജല അതോറിറ്റി പമ്പിങ്ങും ജലവിതരണവും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചത്. കാലവർഷം ശക്തമായാൽ മാത്രമേ കാസർഗോട്ട് വീണ്ടും ജല അതോറിറ്റിയുടെ ജലവിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂ. അതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന നാമമാത്രമായ വെള്ളം മാത്രമാണ് ജനങ്ങൾക്കുള്ള ഏക ആശ്രയം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നേപ്പാളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നവർക്ക് തൊഴിലുടമ സൗജന്യമായി വിമാനക്കൂലിയും വിസയും നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമം നേപ്പാൾ നടപ്പിലാക്കി. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ട്രാവൽ ഏജൻസികളുടെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് നിയമം നടപ്പിലാക്കുന്നത്. ഭൂകമ്പത്തിൽ തകർന്നു തരിപ്പണമായ നേപ്പാളിൽ നിന്ന് തൊഴിൽ തേടി ചെറുപ്പക്കാർ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. ഈ കുടിയേറ്റത്തിന്റെ പ്രധാന ഗുണഭോക്താക്കളാവട്ടെ നേപ്പാളിലെ ട്രാവൽ ഏജൻസികളും. വിദേശത്തേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി വിസ, വിമാനക്കൂലി ഇനത്തിൽ വൻ തുകയാണ് ഇവർ തട്ടിയെടുത്തിരുന്നത്. ഈ ചൂഷണം തടയാനായാണ് നേപ്പാളി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ തന്നെ പുതിയ നിയമപ്രകാരം ഇവരുടെ വിമാന ടിക്കറ്റ്, വിസ ചെലവുകൾ എന്നിവ വഹിക്കണമെന്ന് പുതിയ നിയമം നിഷ്കർഷിക്കുന്നത്. It's a sort of a groundbreaking decision that has been taken by the government of Nepal. It is in fact practically not happening right now. Even if it is happening, it's happening on a smaller scale. But this is making way ahead in days to come because the workers are very much sensitized on it. ഒരു നേപ്പാളുകാരന് ഗൾഫിലെത്തണമെങ്കിൽ നേരത്തെ 70,000 രൂപ മുതൽ 80,000 രൂപ വരെ ചെലവ് വരുമായിരുന്നു. പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ ഈ ചെലവ് 10,000 രൂപയായി കുത്തനെ കുറയുകയാണ്. നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണ്. എന്നാൽ പ്രവാസി തൊഴിലാളികളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി നിരവധി പദ്ധതികളാണ് നേപ്പാൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അവികസിത രാജ്യമായ നേപ്പാൾ പുലർത്തുന്ന ജാഗ്രത പോലും ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാഠ്മണ്ഡുവിൽ നിന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി രാജേന്ദ്രൻ. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് 37ാം സംസ്ഥാന സമ്മേളനം ജൂൺ 5, 6, 7 തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കും. ജൂൺ 5-ന് രാവിലെ CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. NFP സംസ്ഥാന പ്രസിഡന്റ് P കരുണാകരൻ MP അധ്യക്ഷനാവും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MA ബേബിയും 7-ാം തീയതിയിലെ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ പ്രത്യേക അവാർഡുകൾ പ്രഖ്യാപിച്ചു. MT വാസുദേവൻ നായർ ഉൾപ്പെടെ 5 പേർക്കാണ് പുരസ്കാരം. ഡോക്ടർ സുനിത നാരായൺ, PN വാസുദേവൻ, പാർലമെന്റ് അംഗം KV തോമസ്, TK ജോസ് IAS എന്നിവരാണ് അവാർഡിന് അർഹരായ മറ്റുള്ളവർ. മണപ്പുറം ഗ്രൂപ്പ് സ്ഥാപകനായ VC പത്മനാഭന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡുകൾ ജൂൺ 10-ന് തൃശൂർ നടക്കുന്ന ചടങ്ങിൽ K ശങ്കരനാരായണൻ സമ്മാനിക്കും.